എ.ഡി.എം. നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഭൂരിഭാഗവും പി ദിവ്യയ്ക്ക് അനുകൂലമായ സാക്ഷിമൊഴികൾ. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് നവീൻ ബാബു ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പുതിയ സാക്ഷിമൊഴി. ദിവ്യയുടെ ബന്ധു അഴീക്കോട് സ്വദേശി പ്രശാന്ത് ടിവിയുടെ മൊഴിപ്പകർപ്പ് മീഡിയ വണ്ണിന്. കണ്ണൂർ കലക്ടറുടെ മൊഴിയും നവീൻ ബാബുവിനെതിരാണ്. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ എ.ഡി.എം. നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടുതലേന്ന് അഴീക്കോട് സ്വദേശിയും പി ദിവ്യയുടെ ബന്ധുവുമായ ടി വി പ്രശാന്തൻ മുഖാന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് മൊഴി. കേസിൽ ഇത് ആദ്യമായാണ് പ്രശാന്ത് എന്നയാളുടെ മൊഴി പുറത്തുവരുന്നത്. ദിവ്യയുമായുള്ള ബന്ധം എ.ഡി.എമ്മിന് അറിയാമായിരുന്നുവെന്നും തലേ ദിവസത്തെ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം എ.ഡി.എം. തന്നെ ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയെന്നുമാണ് പ്രശാന്തിന്റെ മൊഴി. എന്നാൽ ദിവ്യയുമായി താൻ സ്വരച്ചേർച്ചയിലല്ലെന്ന് മറുപടി നൽകിയതോടെ സംസാരം അവസാനിപ്പിച്ച് നവീൻ ബാബു മടങ്ങിപ്പോയി. പിറ്റേന്ന് പുലർച്ചെയാണ് എ.ഡി.എം. ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നതെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ കണ്ണൂർ കലക്ടർ പോലീസിന് നൽകിയ മൊഴിയും നവീൻ ബാബുവിനെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നതാണ്. തനിക്ക് തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതാണ് കലക്ടറുടെ മൊഴി. എന്നാൽ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാട്, മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജപരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHOയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മീഡിയ 1 കണ്ണൂർ.